ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ തന്നെ പോണു കേട്ടോ. ഞാനും മക്കളും മാത്രമുള്ള ഒരു ദിവസത്തെ വൈകുന്നേരത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ താഴെ ഞങ്ങളുടെ തോട്ടിൽ വെള്ളമൊക്കെ നിറഞ്ഞ് താഴത്തെ കുടിയിലേട്ടൊക്കെ നിറയെ ഒന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണണമെന്ന് രാവിലെ മുതൽക്ക് മക്കളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ മഴയും കാര്യങ്ങളും ആയതുകൊണ്ടും ഇങ്ങോട്ടേക്ക് അങ്ങനെ ഇറങ്ങി ഒറ്റയ്ക്ക് മക്കളെയും കൊണ്ട് വരാൻ പറ്റിയ സാഹചര്യമല്ലാത്തതുകൊണ്ടും പിന്നെ ആവട്ടെ എന്ന് വെച്ച് ഞാനിങ്ങനെ നിൽക്കുമായിരുന്നേ. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽക്ക് മഴയ്ക്കൊക്കെ നല്ലൊരു തോർച്ച ഉണ്ട്. അങ്ങനെ വൈകിട്ട് ചായ കുടിക്ക് മുന്നേ ആയിട്ട് അവരെ കൊണ്ടുവന്ന് ജസ്റ്റ് തോടൊന്ന് കാണിച്ചു കൊടുത്ത് തിരിച്ച് കയറി പോന്നു കേട്ടോ. തിരിച്ച് ഞങ്ങൾ പോന്നപ്പോഴത്തേനും നല്ല ശക്തിയായിട്ട് തന്നെ മഴയും പെയ്തു തുടങ്ങി. അങ്ങനെ പിന്നെ മഴയത്ത് ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ച് എന്തെങ്കിലുമൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചിരിക്കാനൊരു രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കോഴിക്കോട്ടയും ഒപ്പം നല്ല മധുരത്തിൽ കട്ടനും ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനും മക്കളും മാത്രമുള്ള ദിവസം ഇങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുകളായിരിക്കും കേട്ടോ. കാരണം അവരങ്ങനെ പകൽ ഉറങ്ങണ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും പകൽ നമ്മളിങ്ങനെ ബിസി ആയിരിക്കും. ഒന്നല്ലെങ്കിൽ ഒരാൾക്കുടെ പ്രശ്നം തീർക്കുമ്പോൾ അടുത്തയാൾക്ക്, അല്ലെങ്കിൽ 4 പേരും കൂടെ ഇങ്ങനെ മൊത്തത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഓരോ പണികളിലായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ ഇടവും വലവുമായിട്ട് ഒരാളല്ലെങ്കിൽ ഒരാൾ എപ്പോഴും ഉണ്ടാകുകയും ചെയ്യും. അവർക്കിടെ ഓരോരോ സംശയങ്ങളൊക്കെ തീർത്ത് നമ്മളിങ്ങനെ നടക്കണം കേട്ടോ. പ്രത്യേകിച്ച് മഴ കാരണം 3-4 ദിവസമായിട്ട് സ്കൂളിങ്ങനെ അവധി പ്രഖ്യാപിക്കണോണ്ട് തന്നെ വീട്ടിലെ പണിയും മക്കളുടെ അലമ്പും കുസൃതികളും ഒപ്പം സ്കൂളിൽ നിന്ന് വരണ വർക്കുകളും കാര്യങ്ങളും മൊത്തത്തിൽ എനിക്ക് പ്രാന്തായി എന്ന് തന്നെ പറയാം കേട്ടോ. ആ ഒരു അവസ്ഥയിലാണ് പോണേ. അപ്പോൾ ഇനി നാളെയും കൂടെ അവധി കിട്ടുമോ, മക്കൾസിന് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നാളെ അവധിയാണോ എന്നുള്ള ആകാംക്ഷയാണ്. എന്നാൽ നമുക്ക് പഠിച്ചവനെ നാളെ അവധി കൊടുക്കല്ലേ എന്നാട്ടോ. കാരണം ഇപ്പോൾ നോർമൽ ഒരു വെക്കേഷൻ സമയത്തെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് കളിക്കാം, നമുക്ക് അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതുപോലുള്ള അവധികൾ വരുമ്പോൾ അവർക്ക് സ്കൂളിൽ നിന്ന് വന്ന വർക്കുകളും പിന്നെ ഓണം എക്സാം വരുവാണല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും, അതുകൂടാണ്ട് മദ്രസയിൽ നബിദിനത്തിന് പരിപാടികൾ സെലക്ട് ചെയ്യൽ, അതിൻ്റെ പാട്ട് സെലക്ട് ചെയ്യൽ, അത് പഠിപ്പിക്കൽ, അങ്ങനെ മൊത്തത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ കൂടെ കടന്നു പോണ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതെ, അടുക്കളയിൽ ഞാൻ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കയറി. ഇപ്പോൾ മക്കൾസ് എല്ലാം ചുറ്റിനുമുണ്ട്. എഡിറ്റ് ചെയ്യാത്ത എൻ്റെ ഒരു ജീവിതം ഇങ്ങനെയായിരിക്കും എന്ന് തന്നെ പറയാം കേട്ടോ. എന്തൊരു കാര്യത്തിനും ഇടവും വലവും ഇവരിങ്ങനെ ഉണ്ടാവും. പിന്നെ ഇവരെ കരയിപ്പിച്ചുകൊണ്ട് നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഓരോ കഷ്ടപ്പാടിക്കൂടെ ആട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യണേ. ഇപ്പോൾ വീഡിയോ എടുക്കണതായാലും എഡിറ്റ് ചെയ്യണതായാലും ഇനി ഇതിന് വോയിസ് കൊടുക്കണതാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചടങ്ങ്. കാരണം 4 പേരും ഒരുപോലെ ഉറങ്ങിക്കിടക്കണ സമയത്ത് മാത്രമേ വോയിസ് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം മൊത്തത്തിൽ കലപിലയായിരിക്കും. അവരോട് എത്ര കണ്ട് പറഞ്ഞാലും അത്രയങ്ങ് മനസ്സിലാവില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കൊണ്ട് ഉമ്മീന്ന് വിളിച്ച് വരും. അപ്പോൾ പിന്നെ പോയില്ലേ, ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇതിനിടയ്ക്ക് ചിലരെങ്കിലും നമ്മളിങ്ങനെ കളിയാക്കും കേട്ടോ. അപ്പോൾ ഇത്രയും പഠിച്ചിട്ട് ജോലിക്കൊന്നും പോവാതെ ഇങ്ങനെ വീട്ടിലിരിക്കണം. അപ്പോൾ ചിലരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് തോന്നുന്ന കാര്യം എന്നാണെന്നറിയോ, നമ്മൾ മനഃപൂർവ്വം എന്തോ ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ജോലിക്ക് പോവാത്തതാണെന്നാണ്. ഒരു സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റീസ് ഉണ്ടെന്ന് പറയില്ലേ. എന്നതുപോലെ ഞാൻ കല്യാണം കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് കേട്ടോ. 4-5 മാസം ഞാനൊരു ടീച്ചറായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്തതാണ്. അത് കഴിഞ്ഞ് എൻ്റെ ചില പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ആ ജോലിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നതും പിന്നെ അടുത്തൊരു ജോലിക്ക് പോകാൻ പറ്റാതെ വന്നതും കേട്ടോ. വിവാഹം കഴിഞ്ഞ് ഒരു 2 വർഷം, അതായത് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മൂത്ത മോളെ പ്രഗ്നൻ്റ് ആവണേ. അപ്പോൾ ഈ 1 വർഷത്തെ ഗ്യാപ്പ് വന്നപ്പോൾ തന്നെ കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ വരെ നമ്മൾ കേട്ടു തുടങ്ങി. അങ്ങനെ പിന്നെ ആറ്റുനോറ്റ് ഫസ്റ്റത്തെ പ്രഗ്നൻസി വന്നപ്പോൾ കുറച്ച് റെസ്റ്റും കാര്യങ്ങളും വന്ന് പിന്നെ നമുക്കൊരു ജോലിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യമായി. അങ്ങനെ മോളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇക്കാടെ അടുത്ത്, ഇക്ക അന്ന് ബ്രൂണയിലാണ് കേട്ടോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി. പിന്നെ അവിടെയായിരുന്നു. അപ്പോഴും നമ്മൾ അവിടെ ജോലി നോക്കാനുള്ളതൊക്കെ തയ്യാറെടുത്ത് ഇങ്ങനെ നിന്നപ്പോഴത്തേനാണ് കൊറോണയും കാര്യങ്ങളൊക്കെ വന്ന് ഞങ്ങൾക്ക് നാട്ടിലായിട്ട് തിരിച്ച് വരേണ്ടി വന്നു. നാട്ടിൽ വന്നപ്പോൾ ഇക്ക ഇവിടെ പെട്ടുപോയി. നമുക്ക് പിന്നെ തിരിച്ച് കയറി പോകാൻ പറ്റിയില്ല. ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെയാണ് പ്രതീക്ഷിക്കാണ്ട് സെക്കൻഡ് പ്രഗ്നൻസി വന്നെ. അങ്ങനെ
അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് വന്നപ്പോൾ എൻ്റെ പ്രയോറിറ്റി എൻ്റെ മക്കളായിട്ട് മാറിയിട്ടോ. അല്ലാതെ ജോലി എന്നുള്ള ഇതല്ല, എൻ്റെ മക്കൾക്ക് ഞാൻ പ്രയോറിറ്റി കൊടുത്തപ്പോൾ ജോലി അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കാരണം 4 പേരെയും ഒരുപോലെ തന്നെ നോക്കണം, അവരുടെ എഡ്യൂക്കേഷൻ്റെ കാര്യം നോക്കണം, വീട് നോക്കണം, വേറെ ഒരു സപ്പോർട്ട് നമുക്കില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഉമ്മച്ചിക്കാണെങ്കിലും പ്രായമായി വരുവാണ്, 4 പേരെ ഒന്നും നോക്കാനുള്ള ഇതില്ല. ഇക്കാടെ ഉമ്മായാണെങ്കിലും അതുപോലെ തന്നെയാണ്. ഇക്കാടെ ഉമ്മാക്കാണെങ്കിലും 4 പേരെയും ഒരുപോലെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഇതില്ല. അപ്പം നമ്മൾ അവരുടെ വാർദ്ധക്യത്തിൽ അവർക്കൊരു ഇരട്ടി പണി കൊടുക്കണം എന്ന് ചിന്തിക്കണ ഒരു വ്യക്തിയല്ല കേട്ടോ ഞാൻ. അതുമല്ല, ഇവരെ 4 പേരെ എന്നെയും കൊണ്ട് തന്നെ നോക്കാൻ പറ്റണില്ല ചില സമയങ്ങളിൽ. അതുപോലെയാണ് അവരുടെ വികൃതിയും കുറുമ്പും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമുക്കിങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തത്. അങ്ങനെ ചില സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരുവേ. നമ്മളെന്തോ മനഃപൂർവ്വം ചെയ്യണ പോലെ. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു ഫംഗ്ഷന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ യൂട്യൂബ് ഇങ്ങനെ തുടങ്ങിയതിന് കുറേ എതിർപ്പും കാര്യങ്ങളും കളിയാക്കലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മളെല്ലാ കളിയാക്കലുകൾക്കും നിന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനേ പറ്റില്ല. നമ്മൾ ആ ഒരു പോയിന്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുമെന്ന് അറിയില്ലേ, അങ്ങനെ നിൽക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് കേട്ടോ. അവിടെ നമ്മൾ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടുണ്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ കേട്ടോ. അത് രണ്ടും നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരെന്ത് പറഞ്ഞാലും നമ്മളെ ബാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ പറയണത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയണേ. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ നിൽക്കും, അപ്പോൾ കുറേ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊരു കാര്യം പറയുമ്പോഴും അതിനെ ഒപ്പോസ് ചെയ്തും സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ നമ്മൾ കളിയാക്കണോടത്ത് ചിരിക്കാനായിരിക്കില്ലേ ആളുകൾ കൂടുതൽ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി കേട്ടോ, ആ വ്യക്തിക്ക് എന്നോട് പേഴ്സണലി ഒരു വിരോധം ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നണില്ല. കാരണം അങ്ങനെ നല്ല കൂട്ടായിട്ട് സംസാരിച്ചൊക്കെ നടക്കണ ആൾ പെട്ടെന്ന് പറഞ്ഞു, എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നുണ്ട്, നീ മാത്രം എന്താ ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ ഇരിക്കണമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മക്കൾ കുഞ്ഞല്ലേ, അപ്പം അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ അങ്ങനെ പോകാനൊരു സാഹചര്യം വന്നാൽ ഞാൻ തീർച്ചയായിട്ടും പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ തമാശയ്ക്ക് ഉള്ള രീതിയിലാണ് ആ ടോക്ക് തുടങ്ങണത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഇപ്പോൾ യൂട്യൂബൊക്കെ പൂട്ടിക്കെട്ടി വെച്ചോ എന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഒരു 3-4 മാസം യൂട്യൂബിൽ പ്രോപ്പറായിട്ട് വീഡിയോയോ കാര്യങ്ങളൊന്നും ഇടാനായിട്ട് എനിക്ക് പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നീ യൂട്യൂബൊക്കെ പൂട്ടിക്കെട്ടി വെച്ചോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുന്നതിന് മുമ്പിട്ട് തന്നെ ആൾ പറഞ്ഞൊരു ഡയലോഗ് എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു കേട്ടോ. എനിക്കല്ലെങ്കിലും അറിയായിരുന്നു, ഇതൊക്കെ കഴിവുള്ളവർക്ക് പറഞ്ഞേക്കണതാണ്, നിനക്കൊന്നും കഴിവില്ല, അതൊക്കെ ഒരു പകുതിക്ക് എത്തുമ്പോൾ ഇതുപോലെ പൂട്ടിക്കെട്ടി വെക്കുന്ന അറിയായിരുന്നു എന്ന്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ജോലി ചെയ്യണതാണ് ഒരു വ്യക്തിയുടെ കഴിവെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യണത് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നോക്കുന്നുണ്ട്, എൻ്റെ മക്കളുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ ഈ വീട് നോക്കണത് ഒരു ജോലിയായിട്ട് അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമായിട്ട് ഇരിക്കണ ഒത്തിരി ആളുകളില്ലേ. അപ്പോൾ ആളുകളൊക്കെ കഴിവ് കുറഞ്ഞവരായിട്ടാണോ? അങ്ങനെയൊന്നും ഒരാൾ ഒരിക്കലും പറയരുത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ അപ്പോൾ ചിന്തിച്ച ഒരു കാര്യം, ഒരു 5 മിനിറ്റോടെ ആ ഒരു ചർച്ചയിൽ ഞാൻ നിന്നായിരുന്നേ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത എൻ്റെ BScയും B.Edൊക്കെ കോപ്പി അടിച്ചിട്ട് ഞാൻ പാസ്സായതാന്ന് വരെ വേണമെങ്കിൽ പറഞ്ഞേനെ. കാരണം അതുപോലെയാണ് നമ്മുടെ ആൾക്കാർ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ, നമുക്ക് മിത്രങ്ങളെ കിട്ടാനായിട്ട് ഓരോ കാരണങ്ങൾ വേണം, പക്ഷേ ശത്രുക്കളെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഒരു കാരണവും വേണ്ട. ഒരു കാരണവും ഇല്ലാതെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ശത്രു ആവുമെന്ന് എനിക്ക് മനസ്സിലായ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിനാന്ന് വെച്ചാൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഈ കഴിവെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ചുമ്മാ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളിൽ ഈ കഴിവുള്ള വ്യക്തി അല്ലെങ്കിൽ കഴിവില്ലാത്ത വ്യക്തി, അപ്പോൾ അതിനെ വിലയിരുത്തണത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കഴിവിൽ അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ മക്കളോർത്തുള്ള വൈകുന്നേരത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഉമ്മച്ചിരിയൊക്കെ കൂടെ സഞ്ചികയിലേക്ക് ഒരു പർച്ചേസിന് ഇറങ്ങി കേട്ടോ. ഇടയ്ക്ക് ഈ നൈറ്റ് ഡ്രൈവ് ഒരു രസമല്ലേ, നമ്മുടെ പകൽ മൊത്തത്തിലുള്ള സ്ട്രെസ്സിൽ നിന്ന് അല്ലെങ്കിൽ കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീടും കൊച്ചുങ്ങളും തിരക്കും വീട്ടുജോലിയും മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് ഒരു ഫ്രഷ് എയർ, ഒരു നല്ല
ഒന്ന് ശ്വസിച്ചിട്ട് വരുമ്പോൾ ഉള്ളൊരു സമാധാനം ഒരു പ്രത്യേക ഫീലായിരിക്കൂലേ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമ്മുടെ പുറകെ ആരും നടക്കില്ലേ. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്കുടെ സ്വാതന്ത്ര്യത്തിന് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് കേട്ടോ ഇവിടെ. ബാക്കിയുള്ളിടത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ പുറകെ ഇങ്ങനെ വരുമല്ലോ, നിങ്ങൾക്ക് എന്താ വേണ്ടേ, അതെടുക്കണോ ഇതെടുക്കണോ. എനിക്ക് അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ അസ്വസ്ഥതയാണ് കേട്ടോ. കാരണം നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മറന്നും പോവും. ആവശ്യമില്ലാത്തതൊക്കെ പറക്കി കൂട്ടി കൊട്ടയിലിടും. ലാസ്റ്റ് വീട്ടിൽ വന്നിട്ട് നമ്മൾ ഗ്രോസറി എല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോൾ ആവശ്യമില്ലാത്തത് മൊത്തം കാണും, ആവശ്യമുള്ളതൊന്നും കാണില്ല കേട്ടോ. ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ, മെയിനായിട്ട് ഇന്നത്തെ പർച്ചേസ് ഉമ്മിച്ചിക്കാണ് കേട്ടോ. എനിക്ക് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കാര്യമായിട്ടെല്ലാം പറക്കി കൂട്ടി ഞങ്ങൾ കൊട്ടേക്കൂടെ അടുക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മക്കളെയും കൊണ്ട് ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ വലിയ പാടാണ് കേട്ടോ. 4 പേര് 4 വഴിക്ക് നടക്കും. അതിൻ്റെ ഇടയ്ക്ക് കരച്ചിൽ, വാശി, നമ്മൾ എടുക്കണം എന്നുള്ള നിർബന്ധം, മൊത്തത്തിൽ ഇപ്പോൾ സീനാണ്. ഇതിലേറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ആങ്ങളയുടെ കൊച്ചായാലും ശരി, എൻ്റെ 2 മക്കളായാലും ശരി, ആ കൊട്ടയിലിരിക്കൂല കേട്ടോ. ഒരാളെങ്കിലും ആ ട്രോളിയിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഒന്ന് കൈ ഒഴിയാമല്ലോ. വെറുതെയാണ് കേട്ടോ. 3 പേര് ഇരിക്കില്ലേ. പിന്നെ അതേ ഒരാൾ കടലമിഠായിയൊക്കെ എടുത്ത് പിടിച്ചിട്ട് കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ആൾ കരച്ചിൽ കൂട്ടിക്കഴിഞ്ഞാൽ പുറകെ ഞാൻ കരച്ച് തുടങ്ങാമെന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. എൻ്റെ 2 മക്കളെ വീക്ഷിച്ചുകൊണ്ട് ആങ്ങളയുടെ മോള് നിൽക്കുന്നുണ്ട്. 2 പേര് നല്ല ശക്തിയിൽ കരയുവാണെങ്കിൽ വേണമെങ്കിൽ ഒരു കമ്പനിക്ക് ഞാനും കൂടെ കൂടിയേക്കാം. ആ ഒരു രീതിയിലാണ് ഇവിടെ കരച്ചിലും കാര്യങ്ങളൊക്കെ പോണത്. അങ്ങനെ പിന്നെ എല്ലാവരും അവിടെ കാര്യമായ ഗ്രോസറി പർച്ചേസിൻ്റെ സമയത്ത് ഞാൻ നൈസായിട്ട് എൻ്റെ പാത്ര സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ വന്നാൽ മാത്രം എൻ്റെ കെട്ടിയവന് നല്ല പേടിയാണ്. എനിക്കാണെങ്കിൽ എത്രയൊക്കെ പോകണ്ടെന്ന് വെച്ചാലും അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനം എൻ്റെ കണ്ണിലൊടക്കും. നമ്മൾ പെണ്ണുങ്ങൾ മൊത്തത്തിൽ അങ്ങനെ ആയിരിക്കൂലേ. അങ്ങനെ തകൃതിയായ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്ത പാഴ്സൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടുകൂടി ഞങ്ങൾ എല്ലാവരും കൂടെ പാഴ്സൽ പൊട്ടിച്ച് നോക്കുവാണേ. പക്ഷെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ അതാകെ പൊട്ടിയിരിക്കുവാണ് കേട്ടോ. ആശിച്ച് കൊതിച്ചൊരു സാധനം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് മൊത്തത്തിൽ പൊട്ടിപ്പോയ അവസ്ഥ. ഇനി എന്തായാലും അത് റിട്ടേൺ കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചോര ചിന്തി പൊട്ടിച്ച പാഴ്സൽ പൊട്ടിപ്പോയ അവസ്ഥയായി. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങൾ മക്കളും ഞാനുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പാഴ്സലുകൾ പൊട്ടിക്കാൻ അല്ലെങ്കിലും മക്കൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ മക്കളും കട്ടയ്ക്ക് കൂടെ നിന്ന് പൊട്ടിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. പക്ഷേ അത് വെച്ചിട്ട് എനിക്ക് മക്കളുടെ ബുക്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അതാകെ പൊട്ടിയിരിക്കുവാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ റിട്ടേൺ കൊടുക്കാണ്ട് വേറെ രക്ഷയില്ലല്ലോ. അപ്പോൾ ഇനി അതെന്തായാലും റിട്ടേൺ അടിക്കണം. അങ്ങനെ ഒരു പ്ലാൻ നല്ല സക്സസ്ഫുള്ളായിട്ട് ചീറ്റിപ്പോയി എന്ന് പറയുന്ന അവസ്ഥയാണ് കേട്ടോ. എന്തായാലും അതിന് മെനക്കെട്ട് നിന്നു. മക്കൾ കാര്യമായിട്ട് പൊട്ടിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. പിന്നെ റിട്ടേൺ കൊടുക്കാന്നുള്ള സമാധാനത്തിൽ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടന്നേ. അപ്പോൾ ഗ്രോസറി ഒതുക്കി വെക്കണതൊന്നും പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം അത്രയും ദൂരത്തെ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മക്കൾ പതുക്കെ കരയാനും ഉറക്കം വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോയിൽ കാണാം കേട്ടോ ഫ്രണ്ട്സ്. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.